ഇപ്പോൾ ബേസിക്കലി ഇപ്പോൾ ഡി അഡിക്ഷൻ സെൻറ്ററിനെ പറ്റി സംസാരിച്ചു, ആൻറ്റി ക്രേവിങ് ഡ്രഗ്സിൻ്റെ പറ്റി സംസാരിച്ചു. ലോട്ട് ഓഫ് പീപ്പിൾ ടോക്ക് അബൌട്ട് മെഡിറ്റേഷൻ, യോഗ ഹെൽപ്സ് ഇൻ റിക്കവറിങ് ഫ്രം ഡ്രഗ് ഡി അഡിക്ഷൻ. അതിൻ്റെ ഒരു യൂസ്ഫുൾനെസ് എന്തായിരിക്കും? ഈ മെഡിറ്റേഷൻ, യോഗ ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ബയോസൈക്കോ സോഷ്യൽ മോഡലിലെ സൈക്കോളജിക്കൽ കോമ്പൗണ്ടിനെ ഹെൽപ്പ് ചെയ്യണതാണ്. മെഡിറ്റേഷൻ നമ്മുടെ ഒരു സെൽഫ് കൺട്രോൾ, ഡിസിഷൻ മേക്കിംഗ്, നമ്മുടെ ഒരു അസേർട്ടീവ്നെസ്, ഇതിനൊക്കെ സഹായിക്കുന്ന കാര്യമാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു തീരുമാനം എടുക്കാൻ നമ്മളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരാളെ സംബന്ധിച്ചിടത്തോളം നോ പറയുക എന്ന് പറയുന്നത് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം. ബ്രെയിനിന് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് നോ പറയുക എന്നുള്ളത്. അത്രയും അസേർട്ടീവായിട്ട് തന്നെ പറയേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി ഈ ഒരു ആൻസിലറി സർവീസസ് എന്ന് വേണമെങ്കിൽ പറയുക, കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈവൻ സ്പിരിച്വാലിറ്റിയിൽ പോലും, സ്പിരിച്വാലിറ്റിയിൽ ഇപ്പോൾ ഒരു സ്പിരിച്വലി സ്ട്രോങ് ഉള്ള ഒരാൾ ഇപ്പോൾ ധ്യാനം കൂടി കള്ളുകൂടി നിർത്തി എന്നൊക്കെ പറയണത് അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു ബോധ്യമാണ്. ഇപ്പോൾ എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്, ബൈബിളിൽ പറയണ പോലെ. അപ്പം എനിക്കത് മോശമാക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ബോധ്യം പ്രധാനപ്പെട്ട ആ ഡിസിഷൻ അയാളെ സഹായിക്കുന്നുണ്ടാവും. അപ്പം ആ ഒരു മേഖലയിലാണ് ഇതൊക്കെ സഹായിക്കുന്നത്. അപ്പം നമ്മളൊരു ഡ്രഗ് അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ഷൻ ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു മെഡിക്കൽ മാനേജ്മെന്റിനോടൊപ്പം ഇതൊക്കെ സഹായിക്കണതാണ്. എവിടെ നിന്നാണ് അവന് ഇൻസൈറ്റ് വരണേന്ന് പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ പറ്റുന്ന രീതിയിലെല്ലാം ഒരു സപ്പോർട്ടീവ് കെയർ നമ്മൾ കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. സോ അൾട്ടിമേറ്റ്ലി എല്ലാത്തിൻ്റെയും ബേസ് സെൽഫ് ഒരു അസസ്മെന്റും സെൽഫ് മോട്ടിവേഷനാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ. ഫസ്റ്റ് ക്രൈറ്റീരിയ അതാണ്. ലൈഫ് അൺറിഫ്ലക്റ്റഡ് ഈസ് നോട്ട് വർത്ത് ലിവിങ് എന്ന് സോക്രട്ടീസ് പറയും. അപ്പോൾ ആ ഒരു റിഫ്ലക്ഷൻ അവനെ സഹായിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷെ ഇതിലൊരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യം, അഡിക്ഷൻ്റെ ഒരു സെർട്ടൺ പോയിന്റ് കഴിഞ്ഞു, ബ്രെയിൻ മൊത്തം ഡാമേജ് ആയി കഴിഞ്ഞാൽ ഈ ഒരു സെൽഫ് റിഫ്ലക്ഷനൊക്കെ വരണ അവസ്ഥ നഷ്ടപ്പെട്ടേക്കാം. പക്ക ഒരു സൈക്കോട്ടിക് ലെവലിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ദർ ഈസ് എ പോയിന്റ് ഓഫ് നോ റിട്ടേൺ എന്ന് പറഞ്ഞാൽ, ഒരു ഡ്രഗ് ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരാൾ കൊടൈക്കനാലിലൊക്കെ അല്ലെങ്കിൽ ഊട്ടിയിലൊക്കെ ആത്മഹത്യാ മുനമ്പിലേക്ക് നടക്കണ പോലെയാണ്. അപ്പോൾ ഇവൻ ഉപയോഗിച്ച് തുടങ്ങുന്നു, ആത്മഹത്യാ മുനമ്പിൻ്റെ ആ പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു അഡിക്ഷൻ്റെ ആ ഒരു പോയിന്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ ദർ വിൽ ബി എ പോയിന്റ് ഓഫ് നോ റിട്ടേൺ, തിരിച്ചു വരാൻ പറ്റാത്തൊരു പോയിന്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു പോയിന്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവനൊരു റീഹാബിലിറ്റേറ്റീവ് സർവീസ് മാത്രമേ അവന് ആകെയുള്ളൊരു ചോയ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ.